Welcome to another class from Rasatantra Academy. Myself Annie Smith. ഇന്ന് പ്ലസ് ടു കെമിസ്ട്രിയിലെ 8th യൂണിറ്റ് ആയ ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ 4th പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്രോപ്പർട്ടീസിൻ്റെ കണ്ടിന്യൂവേഷൻ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി 2020 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് കെമിസ്ട്രി നോബൽ പ്രൈസ് 2020 ഷെയർ ചെയ്ത 2 ലേഡി സയൻറ്റിസ്റ്റ് ഇമ്മാനുവൽ ഷാർപെൻറ്റിയർ, ജെനിഫർ എ ഡൗട്ട്ന. ഇവർ ഈ നോബൽ പ്രൈസ് ഷെയർ ചെയ്തത് ജീനോം എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചതിനാണ്. ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ മെത്തേഡിൻ്റെ പേരാണ് ക്രിസ്പാർ ടെക്നോളജി. ഇതുപയോഗിച്ച് DNA-യിലുള്ള ലെറ്റേഴ്സ് AGCT ജനറ്റിക് കോഡ്സ് ഉണ്ടല്ലോ, അത് എഡിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ സാധിച്ചാൽ ജനറ്റിക് ഒറിജിനുള്ള രോഗങ്ങളെ നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ സിക്കിൾ സെൽ അനീമിയ ജനറ്റിക് ഡിസോർഡറാണ്. അപ്പം അങ്ങനെ ചില ജീൻ സീക്വൻസുകളെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിച്ചാൽ യു ക്യാൻ ഡു വണ്ടേഴ്സ് അല്ലേ. പ്രത്യേകിച്ച് അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്സ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് പിഗ്സിൻ്റെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീനോം എഡിറ്റിംഗ് വെച്ചിട്ട് ഹ്യൂമൻ ലൈക്ക് ഓർഗൻസിനെ പിഗ്സിൻ്റെ സെൽസ് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ത്രൂ ദിസ് ജീൻ എഡിറ്റിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ലീപ്പായിരിക്കും നമ്മുടെ മെഡിസിനൽ ഫീൽഡിൽ. സോ ദിസ് ഇസ് വാട്ട് ദീസ് ഗ്രേറ്റ് ലേഡീസ് ഹാവ് ഗിഫ്റ്റഡ് അസ് അല്ലേ, എ മെത്തേഡ് ഫോർ ജീനോം എഡിറ്റിംഗ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏതൊക്കെ തരം കോമ്പൗണ്ടുകളിലാണ് കാണുന്നതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ല. അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സുകളൊക്കെ കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു +1 to +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി ഏതൊക്കെ കോമ്പൗണ്ടുകളിലാണ്, ഇപ്പോൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ എന്തൊക്കെ കോമ്പൗണ്ട്സിലാണ് ഈ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്? എസ്പെഷ്യലി ഹാലൈഡ്സിലും ഓക്സൈഡുകളിലുമാണ് ഈ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നമ്മൾ കാണുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഇനി പ്യോർ ഹാലൈഡ്സ് തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നത് ഫ്ലൂറിനുമായിട്ടുള്ള ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിലാണ്. +1, +2, +3 അങ്ങനെ +6 വരെ മറ്റ് ഹാലൈഡ്സും കാണിക്കും. ഇപ്പോൾ അയഡിൻ, ക്ലോറിൻ, ഫ്ലൂറിനൊക്കെ കാണിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഫ്ലൂറിനുമായിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഇനി പ്യോർ ഹാലൈഡ് അല്ലാത്തൊരു കോമ്പൗണ്ടാണ് MnO3F. അതിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ഇറ്റ് ഇസ് നോട്ട് എ പ്യോർ ഹാലൈഡ്, MnO3F ആണത്. ഫ്ലൂറിൻ കോമ്പൗണ്ട്സിന് ഹയർ സ്റ്റെബിലിറ്റി ഉള്ളതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഹൈ ലാറ്റിസ് എനർജി, മറ്റൊന്ന് ഹൈ ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഫ്ലൂറിൻ കോമ്പൗണ്ടുകളിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് മറ്റേത് ഹാലജൻസിനേക്കാൾ സ്റ്റേബിൾ ആകുന്നത്. ഇനി മറ്റൊരു എക്സെപ്ഷൻ പറയുകയാണെങ്കിൽ കോപ്പറിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ, +1 ആൻഡ് +2. ഇതിൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അക്വസ് സൊല്യൂഷൻസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഓക്സിഡൈസ്ഡും ആകും റെഡ്യൂസ്ഡും ആകും. ദ സെയിം അയോൺ ഇസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. Cu2+ കോപ്പർ മെറ്റലുമായിട്ടത് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും സൊല്യൂഷനിൽ. Cu+ സ്റ്റേബിൾ അല്ലാത്തതിന് കാരണം Cu2+ൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി Cu+നേക്കാൾ കൂടുതലായതുകൊണ്ടാണ് അല്ലേ. എത്ര അധികം എനർജിയാണോ ഹൈഡ്രേഷൻ വഴി പുറത്തേക്ക് വിടുന്നത് അത്രയും സ്റ്റേബിൾ ആകും അയോൺ എന്ന് ടീച്ചർ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ Cu2+ ആണ് കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് ഡ്യൂറിങ് ഹൈഡ്രേഷൻ. Cu+ അതിലും കുറവ്, വളരെ കുറഞ്ഞ ഹൈഡ്രേഷൻ എൻതാൽപ്പി മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് സ്റ്റെബിലൈസ്ഡ്. ഇനി Cu2+ൻ്റെ ഹാലൈഡ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ Cu2+ വിൽ ഫോം ഹാലൈഡ്സ് വിത്ത് ഓൾ അതർ ഹാലജൻസ് എക്സെപ്റ്റ് അയഡിൻ. CuF2, Cl2, Cu,
Br2 ഒക്കെ ഫോം ചെയ്യും. പക്ഷേ Cu(I2) ഫോം ചെയ്യില്ല. ഇറ്റ് ഫോംസ് Cu2I2 where the oxidation state of copper is +1. Trends in stability of higher oxidation states in oxides. ഇനി ഓക്സൈഡുകളിലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്സൈഡുകളുടെ ഒരു പ്രത്യേകത, ഈ പർട്ടിക്കുലർ ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഏതാണോ അതായിരിക്കും അതിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ, സ്കാൻഡിയം ഓക്സൈഡ് Sc2O3 ആണ്. Sc2O3യിൽ സ്കാൻഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണ് അല്ലേ? ഈ +3 എന്നുള്ളത് സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കൂടിയാണ്. അപ്പോൾ ദർ ഇസ് എ കോയിൻസിഡൻസ്. ഇനി Mn2O7ൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. മാംഗനീസ് ബിലോങ്സ് ടു ഗ്രൂപ്പ് 7. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഫ്ലോറിനേക്കാളും ഓക്സിജനാണ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം ഓക്സിജന് മൾട്ടിപ്പിൾ ബോൺഡ്സ് ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്സിജൻ ക്യാൻ ഫോം മൾട്ടിപ്പിൾ ബോൺഡ്സ് വിത്ത് ദി ട്രാൻസിഷൻ എലമെൻറ്റ്സ്. പക്ഷേ ഫ്ലോറിന് അത് സാധിക്കില്ല. ഫ്ലോറിന് ഒറ്റൊരു വാലൻസി മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓൺലി എ സിംഗിൾ ബോണ്ട് ഇസ് പോസിബിൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കളർ കാണിക്കാനുള്ള കഴിവാണ്. അവരുടെ മിക്കവാറും കോമ്പൗണ്ടുകളിൽ, അത് അയോണിക് ആയിക്കോട്ടെ കോവാലൻ്റ് ആയിക്കോട്ടെ, ദേ വിൽ ബി കളേർഡ്. മിക്കവാറും ടീച്ചർ പറഞ്ഞോളൂ, എല്ലാ എലമെൻസും കളേർഡ് അല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ള എലമെൻസ് ആണ് ഈ കളറ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കണ്ടോ, ഒരു ഓറഞ്ച് കളറാണ്. അയേൺ സൾഫേറ്റ് ഗ്രീനിഷ് ബ്ലൂ കളറ്. കൊബാൾട്ട് ക്ലോറൈഡ് ഒരു പിങ്ക് കളറ്. കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളർ. നിക്കൽ സൾഫേറ്റ് ഒരു ഗ്രീനിഷ് കളറാണ്. അപ്പം ഇങ്ങനെ മിക്കവാറും ട്രാൻസിഷൻ എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് അവരുടെ അയണിക് സ്റ്റേറ്റിലോ എലമെൻ്റൽ സ്റ്റേറ്റിലോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കളറ് കാണിക്കുന്നത്. ഓക്കെ, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ കളറ് കാണിക്കുന്നതെന്നുള്ളതിൻ്റെ കാരണം നമുക്ക് അടുത്ത യൂണിറ്റിൽ പഠിക്കാം, കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ. അപ്പോൾ ടീച്ചർ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇതിപ്പോൾ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി ഇവരുടെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് പറയാനുള്ളത്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ മെനി ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. ഫോർ എക്സാമ്പിൾ, കോൺടാക്ട് പ്രോസസ്സ് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ് പി ബ്ലോക്കിൽ. അവിടെ V2O5 വനേഡിയം പെൻറ്റോക്സൈഡ് ഇസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. പിന്നെ ഹേബേഴ്സ് പ്രോസസ്സിൽ അമോണിയയുടെ മാനുഫാക്ചറിൽ ഫൈനലി ഡിവൈഡഡ് അയൺ ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജനേഷൻ റിയാക്ഷന് വേണ്ടിയിട്ട് നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഗ്യാസോലിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊബാൾട്ട് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇവരെല്ലാവരും ആരാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇങ്ങനെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്? ഒന്ന്, ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളതാണ്. ബോണ്ട് ഫോർമേഷന് സഹായിക്കും അത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. എങ്ങനെ വേണമെങ്കിലും ബൈൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. തേർഡ് പോയിന്റ് ഇസ് ദാറ്റ് they can provide large surface area along with free valencies. ഫ്രീ വാലൻസീസ് ഉള്ളത് കൊണ്ട് ലാർജ് സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് ദി റീസൺ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കോംപ്ലെക്സ് കോമ്പൗണ്ട്സ്. കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സിന് ഇത്തരം കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ ബൈൻഡ് ടു ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആനയോൺസ്. ആനയോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ഒന്നെങ്കിൽ അവർ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ രണ്ടുപേരും. ഇവരുമായിട്ട് ട്രാൻസിഷൻ മെറ്റൽ അയോൺസിന് ഒരു കോംപ്ലെക്സ് മോളിക്യൂൾ ഫോം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇവർക്ക് യുണീക്ക് പ്രോപ്പർട്ടീസും ഉണ്ട്. ഇവരെക്കുറിച്ചാണ് നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന്
കമ്പാരിറ്റീവ്ലി സ്മോളർ സൈസ് ആയിട്ടുള്ള മെറ്റൽ അയോൺസ് ആണ് ഇവർ ഫോം ചെയ്യുന്നത്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഡിക്രീസ് ഇൻ അയോണിക് റേഡിയസിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് വൺ റീസൺ. പിന്നെ അവർക്ക് ഹൈ അയോണിക് ചാർജസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഫോർ ബോണ്ടിങ്. അപ്പോൾ അങ്ങനെ 3 കാരണങ്ങളാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ. ഒന്നെന്താണ്? ഹൈ ആയിട്ടുള്ള അയോണിക് ചാർജസ്. രണ്ടാമത്തത് സ്മോൾ മെറ്റാലിക് സൈസ്. തേർഡ് ഇസ് അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ് ഫോർ ബോണ്ടിങ്. എക്സാമ്പിൾസ് നോക്കിയോളൂ നിങ്ങൾ. ഇവർക്കൊരു പ്രത്യേക നോമൻക്ലേച്ചർ ഒക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ ഹെക്സാസയനോഫെറേറ്റ് 3- അയോൺ, ഹെക്സാസയനോഫെറേറ്റ് 4- അയോൺ. നാലാമത്തത് ടെട്രമീൻ കോപ്പർ 2+ അയോൺ. അതുപോലെ നാലാമത്തത് ടെട്രാക്ലോറിഡോ പ്ലാറ്റിനേറ്റ് 2-. അങ്ങനെ പ്രത്യേക പേരുകളാണ്. ഇവരുടെ നോമൻക്ലേച്ചറും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചായിരുന്നു അല്ലേ? പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിസം, ഫെറി മാഗ്നറ്റിസം, ആൻറ്റി ഫെറോ മാഗ്നറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ 3 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് സ്ട്രെസ് ചെയ്യുന്നത്. ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം ആൻഡ് ഫെറോ മാഗ്നറ്റിസം. കാരണം ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാവരും ഇത്തരം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പാരാമാഗ്നറ്റിസം എന്താണ്? വീക്ക് അട്രാക്ഷൻ ടുവേർഡ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? അത് അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാവുന്നതാണ് പാരാമാഗ്നറ്റിസം. ഇനി ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തപ്പോഴുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. ദേ വിൽ ബി റിപ്പൽഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അവേ ഫ്രം ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് അട്രാക്ഷനാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതിനാണ് ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള പാരാമാഗ്നറ്റിസം ആണ് ഒരുപക്ഷെ ഫെറോ മാഗ്നറ്റിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കും. അയൺ, കൊബാൾട്ട് ഒക്കെ ഫെറോ മാഗ്നറ്റിക് നേച്ചറുള്ള സബ്സ്റ്റൻസസ് ആണ്. മിക്കവാറും എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റ്സും പാരാമാഗ്നറ്റിസം കാണിക്കും. അതിൻ്റെ റീസൺ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഈ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മ്യൂ സ്പിൻ ഓൺലി ഫോർമുല എന്ന് പറയും. യു ക്യാൻ സീ ദ ഇക്വേഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് n × n+2 bm. bm ഇസ് ബോർ മാഗ്നറ്റോൺ, യൂണിറ്റ് ആണ്. ഇവിടെ n ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദി മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് Mn2+ അയോൺ. അതാണ് ചോദ്യം. അതറിയണമെങ്കിൽ നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് അറിയണം. കാരണം നമ്മുടെ ഫോർമുല റൂട്ട് ഓഫ് n × n+2 bm. n അറിയണം, ദാറ്റ് ഇസ് അൺപെയർഡ് ഇലക്ട്രോൺസ്. എന്ത് ചെയ്യും? നമുക്ക് ആറ്റമിക് നമ്പർ അറിയണം, എന്നാലേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. 25th എലമെൻ്റ് ആണ് മാംഗനീസ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരും? എന്നിട്ട് നമുക്ക് Mn2+ എഴുതാം. മാംഗനീസിൻ്റെ ആറ്റമിക് നമ്പർ 25 ആണ്. വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ ഡി ഓർബിറ്റൽസിനെയും എസ് ഓർബിറ്റൽസിനെയും കാണിച്ചാൽ മതി അല്ലേ? n-1 d ns. D5 ആണ് മാംഗനീസ്. S2 D5 1 2 3 4 5. Mn2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ഈ ആറ്റത്തിൽ നിന്നും പോയി. ദാറ്റ് മീൻസ് ദീസ് 2 ഇലക്ട്രോൺസ് വിൽ ബി ലോസ്റ്റ്. അപ്പോൾ ബാക്കി എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ മ്യൂ സ്പിൻ ഓൺലി ഫോർമുലയിൽ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 × 5 + 2 bm, that is √35 ബോർ മാഗ്നറ്റോൺ. ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. സ്കാൻഡിയം മുതൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പാരാമാഗ്നറ്റിക് മൊമെൻറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. മിഡിലെത്തുമ്പോൾ മാക്സിമം ആകും. അത് കഴിഞ്ഞിട്ട് പാരാമാഗ്നറ്റിസം കുറയുന്നതായിട്ട് കാണാം നമുക്ക്. ശ്രദ്ധിച്ചോ നിങ്ങൾ? സോ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഡിക്രീസസ്
ഫ്രം ദി മിഡിൽ അഗൈൻ. എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് ഡി ഓർബിറ്റൽസിൻ്റെ ബോക്സ് ഡയഗ്രാം ഒന്നുകൂടെ വരയ്ക്കാം. വേറെ കളർ എടുക്കാം ഇലക്ട്രോൺസിന്. D1 എന്ന് പറയുമ്പോൾ there will be only one electron, one unpaired electron. D2 എന്ന് പറയുമ്പോൾ ഡീജനറേറ്റ് ഓർബിറ്റൽസിൽ ഹൺസ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ദേ ആർ ഫസ്റ്റ് സിംഗ്ലി പെയർഡ്. D3യിൽ 3 unpaired electrons, D4ൽ 4 unpaired electrons, D5 ആവുമ്പോൾ 5 unpaired electrons. പിന്നെ പെയറിങ് തുടങ്ങും അല്ലേ? D6 ആവുമ്പോൾ 4 unpaired electronsേ ഉള്ളൂ. അപ്പോൾ 5 unpaired electrons ആണ് മിഡിലിൽ വരുന്നത്. പിന്നെ unpaired electronsൻ്റെ എണ്ണം വീണ്ടും കുറയും. ഇത് D6 ആണ്, 4 unpaired electronsേ ഉള്ളൂ. D7 ആവുമ്പോൾ 3 unpaired electronsേ ഉള്ളൂ. D8 ആവുമ്പോൾ 2 unpaired electronsേ ഉള്ളൂ. D9 ആവുമ്പോൾ 1 unpaired electronേ ഉള്ളൂ. This is why paramagnetism decreases from the middle, increases to the middle, reaches maximum and then decreases. ഇനി അടുത്ത പ്രോപ്പർട്ടി ഫോർമേഷൻ ഓഫ് ഇന്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സ്. ഇന്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ട്. ഇന്റർസ്റ്റേഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇന്റർസ്റ്റേഷ്യൽ ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് ബൈ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അങ്ങനെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റർസ്റ്റേഷ്യൽ ഹൈഡ്രൈഡ് ഇന്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സിന് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരുപാട് ഇന്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി ഇവർ ആരാണെന്ന് നോക്കാം. നമ്മൾ മെറ്റാലിക് പ്രോപ്പർട്ടീസ്, ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സിങ്ക്, മെർക്കുറി, കാഡ്മിയം, മാംഗനീസ്, ഇവർ 4 പേര് ഒഴിച്ച് ബാക്കി എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റ്സിനും ഡെഫിനറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻറ്റർസ്റ്റേഷ്യൽ സ്പേസസ് ഉണ്ടാവും. ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ഇടയിൽ അവർക്ക് എംപ്റ്റി ആയിട്ടുള്ള സ്പേസസ് ഉണ്ടാവും. ഈ എംപ്റ്റി സ്പേസസിനെയാണ് നമ്മൾ ഇൻറ്റർസ്റ്റേഷ്യൽ സ്പേസസ് എന്ന് പറയുക. ആ സ്പേസസിൽ വളരെ ചെറിയ സൈസുള്ള ഹൈഡ്രജൻ, കാർബൺ, ബോറോൺ, നൈട്രജൻ ഇങ്ങനെയുള്ള ആറ്റംസിനെ അവർക്ക് ട്രാപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ട്രാപ്പ് ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇൻറ്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇൻറ്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഡെഫിനറ്റ് കോമ്പിനേഷനിലൂടെ ഉണ്ടായ കോമ്പൗണ്ട്സ് അല്ല. അതുകൊണ്ട് അവർ നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ആണ്. അവരുടെ കെമിക്കൽ ഫോർമുല അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. നോക്കൂ, TiC is okay, TiH 1.7, Mn4n, Fe3H. അപ്പം അങ്ങനെ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്നും കിട്ടില്ല. ഈ കോമ്പൗണ്ട്സിന് ടിപ്പിക്കലായിട്ടുള്ള അയണിക് ക്യാരക്ടറോ കോവാലൻ ക്യാരക്ടറോ ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായി, കൃത്യമായിട്ടുള്ള ഒരു അളവിലല്ല ഇവർ കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? പ്രൊപ്പോർഷൻ ഈസ് ഡിഫറെൻറ്റ്. പിന്നെ ആറ്റംസ് ട്രാപ്പ് ചെയ്ത് ഫോം ചെയ്തതായതുകൊണ്ട് വാട്ട് അബൌട്ട് ദി ഡെൻസിറ്റി ഓഫ് ദി ഇൻറ്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സ് കമ്പയർഡ് ടു ദി പ്യുവർ മെറ്റൽ? പ്യുവർ മെറ്റലിനെ അപേക്ഷിച്ച് ഇങ്ങനെ ഫോം ചെയ്ത കോമ്പൗണ്ട്സിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. കാരണം ഇവർ ഇൻറ്റർസ്റ്റേഷ്യൽ സ്പേസസിൽ കൂടുതൽ എക്സ്ട്രാ ആറ്റംസ് വന്നു ചേർന്നതല്ലേ. സോ ദിസ് ഇൻക്രീസസ് ദി ഡെൻസിറ്റി ഓഫ് ദി കോമ്പൗണ്ട്. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്? അതുകൊണ്ട് ഈ ഇൻറ്റർസ്റ്റേഷ്യൽ കോമ്പൗണ്ട്സിനെ നമുക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബിക്കോസ് ഓഫ് ദിയർ പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. നോക്കൂ, ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഈവൻ മോർ ദാൻ ദി പ്യുവർ മെറ്റൽ. പ്യുവർ മെറ്റലിനേക്കാളും മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും, ഹാർഡ്നെസ് കൂടുതലായിരിക്കും. മെറ്റാലിക് കണ്ടക്ടിവിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവും, അതിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ദേ വിൽ ബി കെമിക്കലി ഇനേർട്ട്, റിയാക്റ്റീവ് ആകില്ല, ദേ വിൽ ബി ഇനേർട്ട്. So these are the peculiar properties of interstitial compound. Interstitial compound ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. So this is it. ഉണ്ടോ? അയേൺ എന്ന മെറ്റലിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറാണിത്. ആ പച്ച കളറിലുള്ളത് അയേൺ ആറ്റംസ് ആണ്. കാർബൺ ആറ്റമാണ് ആ റെഡ് കളറിൽ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ഉള്ളത്, ക്രിസ്റ്റൽ സ്ട്രക്ചറിലുള്ളത്. അടുത്ത പ്രോപ്പർട്ടി അലോയ് ഫോർമേഷനാണ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ് ആണ്. 2 സോളിഡ്സ് ചേർന്നുണ്ടാകുന്ന ഹോമോജീനിയസ് സൊല്യൂഷനാണ് വെർ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ഇസ് എ സോളിഡ്.
അങ്ങനെയുള്ള ഹോമോജീനിയസ് മിക്സ്ചേഴ്സാണ് അലോയ്സ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ നമുക്ക് അലോയ്സ് ഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇവരുടെ അയണിക് റേഡിയായി ഏകദേശം ഒരേപോലെയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഇവരെ ഈസി ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കും, അലോയ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അയേണിൻ്റെ, കൊബാൾട്ട്, മൊളീബ്ഡീനിയം ഇങ്ങനെയുള്ളതിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, പലതരം സ്റ്റീൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ബ്രോൺസ്, ബ്രാസ് ഒക്കെ കോപ്പറും ടിൻ അല്ലെങ്കിൽ കോപ്പർ സിങ്കും ആയിട്ടുള്ള അലോയ്സ് ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില അലോയ്സിൻ്റെ ചിത്രമാണിത്. അമാൽഗം, മെർക്കുറിയും മറ്റേത് എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന അലോയെ നമ്മൾ അമാൽഗം എന്നാണ് പറയുക. ബ്രാസ് ഇസ് ഫോംഡ് ബൈ കോപ്പർ ആൻഡ് സിങ്ക്, ബ്രോൺസ് ഇസ് ഫോംഡ് ബൈ കോപ്പർ ആൻഡ് ടിൻ. ഇലക്ട്രം, ഗോൾഡും സിൽവറും ചേർന്നുണ്ടാക്കിയ അലോയാണ് ഇലക്ട്രം. പ്യൂട്ടർ, ടിന്നും മറ്റേതൊരു എലമെൻറ്റുമായിട്ടും പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലോയ് ഫോം ചെയ്യാം. സ്റ്റേർലിംഗ്, സ്റ്റേർലിംഗ് എന്ന് പറഞ്ഞാൽ സിൽവറും കോപ്പറും ചേർന്നുണ്ടാകുന്ന അലോയാണ്. സ്റ്റീൽ, അയണും കാർബണുമാണ് സ്റ്റീലിൽ കൂടുതലുള്ളത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓക്സൈഡ്സ് ആൻഡ് ഓക്സോ ആനയോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ആ 2 കോമ്പൗണ്ട്സ് ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. പി ബ്ലോക്കിലെ പോലെ ഒരുപാട് കോമ്പൗണ്ട്സ് ഒന്നുമില്ല, ഈ 2 കോമ്പൗണ്ട്സ് മാത്രമേ ഉള്ളൂ. രസതന്ത്ര അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.